പൊന്നു വന്നു, പൊന്നിൻ്റെ കൂടെ പോവാണ്. ഹലോ ഗൈസ്, അങ്ങനെ വീട്ടിലറിയാണ്ട സർപ്രൈസ് ആക്കിയിട്ട് പോവാണ് ഞാൻ. അഫ്നാസുണ്ട്. അഫ്നാസ് വെക്കേഷനാണ്. അഫ്നാസ് ഒരു മാസം നിൽക്കും. ഞാനൊരു കല്യാണമുണ്ട്, 2-3 കല്യാണമുണ്ട്. അതൊക്കെ കൂടിയിട്ട് അടിച്ച് പൊളിച്ച് 7 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി വെയിറ്റ് ചെയ്യാണ്. 4:50 നമ്മൾ ഫ്ലൈറ്റ്. പുതിയ ഷെയ്ഖ് സയ്യിദ് എയർപോർട്ടാണ്, അബുദാബി ഡ്യൂട്ടി ഫ്രീയുടെ ഫ്രണ്ടിൽ. അഫ്നാസ് ഫുള്ള് തിരക്കിലാണ്. വീട്ടിൽ എടുത്തിട്ട് പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള തിരക്കിലാണ്. ഇതാ നമ്മൾ നേരെ ഡ്യൂട്ടി ഫ്രീൻ്റെ മുമ്പിലാണുള്ളത്. ഞാൻ പോയി വിലയൊക്കെ ചെക്ക് ചെയ്തു, ആയിട്ടില്ല, സാധനം നിർത്തില്ല. അപ്പം ഇനി കുറച്ച് നടന്നിട്ട് വരാം. ഞാനുണ്ട്, അഫ്നാസുണ്ട്. വലിയ ഷെയ്ക്കാണ്. വ്ളോഗിങ് തുടങ്ങായതുകൊണ്ട് അതിൻ്റേതായ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടാവും. നിങ്ങളൊക്കെ ക്ഷമിച്ചു തരണം. ഈ പുല്ലാനുള്ള നിൽക്കാനുള്ള സാധനം വേണം അഫ്നാസേ. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയില്ലെന്ന്. അഫ്നാസിൻ്റെ കൂടെ ഒന്ന് ചായ അടിക്കാൻ പോയതാണ്. അഫ്നാസിൻ്റെ കൂടെ ചായ അടിക്കാൻ പോയി. അവിടുന്ന് അഫ്നാസ് പ്ലാൻ ചെയ്തു, വാ ഓനും പോകുന്നുണ്ട്, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോകാം. അങ്ങനെ പ്ലാനാക്കി ദിവസം എണ്ണി ഇതാ ലാസ്റ്റ് എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റും കാത്ത് നിൽക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന ഒന്നല്ല ലൈഫിൽ സംഭവിക്കുക എന്നുള്ളത് സത്യമാണ്. എല്ലാം പെട്ടെന്ന് വന്നു. ഒരു ആർട്ട് വർക്കാണ് ഇവിടെ. അത് ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ഷോപ്പാണ്. അവർ ഡിസൈൻ ചെയ്തത് നെയിൽ പോളിഷ്. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ സർപ്രൈസിങ് വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് അമ്മേൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഇന്നെങ്ങനെയൊന്നും പറ്റിക്കതേ മോനെ, എനിക്കാവൂലേ, എനിക്ക് സങ്കടാവേ. അപ്പോൾ കുറേ ഞാൻ പ്ലാൻ ചെയ്യുന്ന അമ്മേനൊന്ന് സർപ്രൈസ് ആക്കണമെന്ന്. ചിലപ്പോൾ അടുത്ത തവണ ഞാൻ പോകുമ്പോൾ ജോവാനയും കൂടെ ഉണ്ടാവും. എന്താണെങ്കിലും പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പോൾ അതിൻ്റെ മുമ്പ് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയൊരു ചാൻസ് ആണിത്. പിന്നെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ അഫ്നാസും കൂടെ ഉണ്ടായിരുന്നു. പൊന്നൂനെ ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി. കാലിക്കറ്റ് എയർപോർട്ടിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ അനിയനാണെങ്കിൽ രാവിലെ വരണം. അമ്മേനോട് എന്തെങ്കിലും ഒരു നുണയും പറയണം, കാരണം അവൻ്റെ ഡ്യൂട്ടി ടൈം 9 മണിയാണ്. അങ്ങനെ പിന്നെ അവൻ തന്നെ പ്ലാൻ ചെയ്തു അമ്മേനോട് പറയാ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ മീറ്റിംഗ് ഉണ്ടെന്ന്. അത് പറഞ്ഞ് രാവിലെ 6 മണിക്ക് അവൻ റെഡിയായി. ഏകദേശം 10 മണി ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്തത്. ആ ടൈം ആയപ്പോഴേക്കും വന്ന് കറക്റ്റ് എത്താൻ പറ്റി. ആദ്യത്തെ റോയിലായിരുന്നു അഫ്നാസിൻ്റെ സീറ്റ്, അതുകൊണ്ട് അഫ്നാസ് ആദ്യം ഇറങ്ങി. പിന്നെ ഞാൻ എത്തുന്നവരെ അഫ്നാസ് അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ലഗേജിന് വെയിറ്റ് ചെയ്തു. ഏകദേശം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ലഗേജ് ആദ്യം എത്തി. അഫ്നാസിൻ്റെ ലഗേജ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തില്ല, കാരണം ഞങ്ങൾക്ക് റിട്ടേൺ വയനാട് എത്തണം. പിന്നെ അഫ്നാസ് മലപ്പുറമാണ്, അധികം ദൂരമില്ല. പൊന്നു വന്നു, പൊന്നിൻ്റെ കൂടെ പോവാണ്. കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഞാനും അഫ്നാസ് പുറത്തിറങ്ങിയുള്ളൂ. ലഗേജ് എടുത്ത് എന്താണേലും വീട്ടിൽ പോയിട്ട് അമ്മേനെ പറ്റിക്കാം. എൻ്റെ വീട് വയനാട് സുൽത്താൻ ബത്തേരിയാണ്. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഏകദേശം 2.5 to 3 മണിക്കൂർ ട്രാവലുണ്ട്.
അയ്യോ